എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഇന്ന് വളരെയധികം ട്രെൻഡായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഒരു 5-6 വർഷം മുന്നേ, ഇനി വേണമെങ്കിൽ നമ്മളൊരു കൊറോണ കാലഘട്ടത്തിന് മുമ്പ് ഇല്ലാത്ത ഒരു 4-5 വർഷമായിട്ടുള്ളൂ നമുക്ക് ഈ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത, ഏത് മുക്കിലും മൂലയും എണ്ണക്കടികൾ ഇഷ്ടംപോലെ വെച്ചിരിക്കുന്ന കാണാം. ഒരു എണ്ണക്കടികളുടെ ഒരു ട്രെൻഡ് ഇങ്ങോട്ട് വല്ലാതെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ മലബാറിലാണ് ഏറ്റവും കൂടുതൽ കാണും. പൊതുവേ ഒരു കാര്യമുണ്ട്, മലബാറിലാണ് ജനങ്ങൾ ഭക്ഷണപ്രിയരും ഹോട്ടലുകളുടേതും വർധനവും ഒക്കെ. എനിക്ക് കേരളം മൊത്തം, അതായത് പ്രത്യേകിച്ച് തെക്കൻ ഭാഗത്തേക്കൊക്കെ ഒരുപാട് പ്രോഗ്രാമിനെല്ലാം പോയി പരിചയമുണ്ട്. അങ്ങോട്ടൊന്നും ഒരിക്കലും ഇതേപോലെ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ മലബാർ ഭാഗത്തേക്കുള്ള ജനങ്ങൾ ആഹാരപ്രിയരാണ്. അതേപോലെ തന്നെ ഈ എണ്ണക്കടികളുടെ രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് പറയാണ്. കാരണം നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ ചൂടായ എണ്ണ അത് തണിഞ്ഞ് വീണ്ടും ചൂടാവുമ്പോൾ അതിൽ അക്രോലിൻ എന്ന് പറഞ്ഞ ഒരു പോയ്സൺ ഉണ്ടാവും. ഈ പോയ്സൺ ക്യാൻസറിന് കാരണമാണെന്ന് ഒരുപാട് ആർട്ടിക്കിൾ വന്നാണ് നമുക്ക് എവിടെ അറിയാം. വേണേ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കും ആ കാര്യം മനസ്സിലാവും. അക്രോലിൻ എന്ന് പറഞ്ഞൊരു പോയ്സൺ അത് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ബേക്കറികളിലും ഹോട്ടലുകളിലും ഒക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പിന്നെ റെയ്ഡിന് വന്നു കഴിഞ്ഞാൽ പഴയ എണ്ണ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിക്കും. അത് ഒരിക്കൽ ചൂടാക്കിയത് വീണ്ടും പാടില്ല, അത് കളഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് ഒഴിവാക്കി പുതിയ എണ്ണയിൽ വേണം ചെയ്യാൻ. പലപ്പോഴും നമ്മൾ ലാഭം ആഗ്രഹിച്ചിട്ട് അതാരും അങ്ങനെ കളയാറില്ല, അത് തന്നെ എടുത്ത് വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞിട്ട് ഒഴിവാക്കാതിരിക്കുമ്പോഴാണ് റെയ്ഡിൽ പിടിക്കുന്നതൊക്കെ. പക്ഷെ അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, അതെവിടം വരെ എത്താറുണ്ട്, അതധികം മുന്നോട്ട് പോകാറില്ല എന്നുള്ളതാണ്. കാരണം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മൾ ഒരിക്കലും ആ റെയ്ഡ് നടത്തുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്തരം എണ്ണക്കടികൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ, നിങ്ങളിത് ഓരോരുത്തർ പാചകം ചെയ്യുന്ന ഒരു ഷോപ്പിൽ ചോദിക്കുക ഏതാ എണ്ണ ഉപയോഗിക്കുമ്പോൾ അവർ പറയും പാം ഓയിൽ എന്ന് പറയും. ശ്രദ്ധിക്കണേ, അവരെന്ത് പറയും? പാം ഓയിലാണെന്ന് പറയും, അല്ലേ? നമുക്കറിയാം വെളിച്ചെണ്ണ അല്ലാത്ത എല്ലാത്തിനും നമ്മൾ പറയുന്നത് പാം ഓയിൽ എന്നാണ്. ഓക്കെ, എന്താണ് ഈ പാം ഓയിൽ? പാം എന്ന് പറഞ്ഞാൽ പന, അല്ലേ? പനക്കുരു, പനയിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണയിൽ നിന്ന്, പനയുടെ കുരുവിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പാം ഓയിൽ. പക്ഷെ ഈ പാം ഓയിൽ എത്ര സ്ഥലത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളിന്ന് മാർക്കറ്റിൽ വളരെ സുലഭമായി കിട്ടുന്ന പല പാം ഓയിലും പാമിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല എന്ന് മാത്രമല്ല, അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന എണ്ണകളാണ്. പല വേസ്റ്റ് എണ്ണകളെയും സംസ്കരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ റിഫൈൻഡ് ഓയിൽസ് എന്നതിന് പറയുന്നത് കേട്ടോ. ആ റിഫൈൻഡ് ഓയിലിൽ എന്ത് ചെയ്യും? ഫ്ലവേഴ്സും അതായത് ഫ്ലേവറുകൾ ചേർത്ത് അതിനെ രുചികരമാക്കി മാറ്റി ഒക്കെ ഇറങ്ങുന്ന എണ്ണയായിട്ടാണ് ഇന്ന് പല എണ്ണകളും പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം എണ്ണകൾ ചൂടാവുന്നത് തന്നെ വീണ്ടും അതിൽ കെമിക്കൽ ആക്ഷൻസ് നടക്കുകയാണ്. ആ എണ്ണയിൽ വീണ്ടും പൊരിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മാരകമായി മാറുകയാണ്. അതുകൊണ്ട് ശരിക്കും നല്ല ആരോഗ്യത്തിന് എണ്ണക്കടികൾ വേണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. എന്നാൽ രുചികരമായിട്ടുള്ള എണ്ണക്കടികളിലേക്ക് ആകർഷിക്കപ്പെടാൻ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇത്തരം ഇങ്ങനെ ആവർത്തിച്ച് ചൂടാക്കുന്ന എണ്ണകളിലൂടെ വരുന്ന എണ്ണക്കടികളാണ് ഇന്ന് നമുക്ക് പുറത്ത് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, കൃത്യമായിട്ടുള്ള എണ്ണയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് തരികയാണ്? ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തരികയാണ്. നമുക്കറിയാം ഇന്ന് മലബാറിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. ഏറ്റവും കൂടുതൽ യുവതലമുറ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ക്യാൻസർ കുടൽ സംബന്ധമായിട്ടുള്ളതാണ് പറയുന്നത്. കുടൽ സംബന്ധമായി, അതായത് റക്ടം, പൈൽസ്, കുടല്, ആമാശയ സംബന്ധമായിട്ടുള്ളതാണ്. ഇതിന് പിന്നിലിരിക്കുന്ന വലിയൊരു വില്ലനാണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത്. കാരണം ഇത് എത്രയോ തവണ പത്രങ്ങളിലും TV ചാനലുകളിലൊക്കെ നമ്മളോട് ഇത് കണ്ടു പോകുന്നുണ്ട്. പക്ഷേ കാണുന്നുണ്ട്, ശരിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, പിന്നെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്? പഴയ പോലെ തന്നെയാണ്. അപ്പം നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം?
ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധപൂർവ്വം ഒരു ശ്രദ്ധ കൊടുക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവരെന്താക്കും, കടക്കാര് പാട്ടിലാക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതെങ്ങനെയാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് എന്താ, അവർക്ക് വീണ്ടും തുടർന്ന് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തിരുത്തലുകൾ ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം എന്താണ്, നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. ആ ഭക്ഷണത്തിൽ ഇത്തരം മാരകമായിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള എണ്ണക്കടികളും കാർബൺ കണ്ടന്റുകളൊക്കെ ഒരുപാട് വരുന്ന ഇത്തരം വസ്തുക്കൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ച് റിപ്പോർട്ട് ഞാൻ വായിച്ചു. കേരളത്തിൽ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ ആഹാര രീതി, ജീവിതശൈലി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നല്ല ആരോഗ്യത്തിനായി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും നിങ്ങൾ പിന്നിട്ട് ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.